മകനും മരുമകളും ചേർന്ന് വയോധികനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പത്തനംതിട്ട പാറക്കോടാണ് ഈ സംഭവം. 66-കാരൻ തങ്കപ്പനാണ് മർദ്ദനമേറ്റത്. മകനും മരുമകളും കസ്റ്റഡിയിലുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കണ്ടില്ലേ, ഒരച്ഛനെ എടുത്തിട്ട് മരുമകളും മകനും കൂടിയിട്ട് കൊണ്ടിട്ട് അടിക്കുന്നത്. വലിയ വടിയൊക്കെ എടുത്തിട്ടാണ് ആ അച്ഛനെ അടിക്കുന്നത്. നമ്മുടെ നാടിന് എങ്ങോട്ടാണ് പഠിച്ചവന് പോകുന്നത്? സ്വന്തം അച്ഛനെയാണ് ഈ എടുത്തിട്ട് അടിക്കുന്നത്. അത് ആ മകൻ ചെയ്യുന്നത് കണ്ടിട്ട് മരുമകളും അച്ഛനെ എടുത്തിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. 2-3 മക്കളുള്ള ഒരു അച്ഛനാണിത്. ആ അച്ഛനെയാണ് എടുത്തിട്ട് പട്ടിയെ തല്ലുന്ന പോലെ എടുത്തിട്ട് ഇവളുമാരും അവനും എല്ലാം കൂടി ചേർന്നിട്ട് അടിക്കുന്നത്. എന്താ പറയാ, ഇപ്പോഴത്തെ കാലത്ത് മക്കൾക്ക് ഈ മാതാപിതാക്കളെ എന്ന് പറഞ്ഞാല് വെറും പുല്ല് വിലയേ ഉള്ളൂ. അവരെ വേണ്ട, അവരുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയിട്ട് അവരെ കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെ എടുത്തങ്ങ് കളഞ്ഞിരിക്കുകയാണ്. പിടിച്ചിട്ടൊന്നുമില്ല, ആളിവിടെ ഇല്ല, പോലീസുകാർ ഇവിടെ വന്നു, അത് പരാതി ഒന്നും ഇല്ലെന്നും പറഞ്ഞ് പോയി തീർത്ത സംഗതിയാ. അത് പിന്നെ ആരോ എടുത്തോണ്ട് പോയി കൊണ്ടിട്ടതാ. ഇതിപ്പം നടന്നിട്ട് 20 തീയതി ഞാൻ വീട്ടിൽ നിന്ന് മാറിയാ താമസിക്കുന്നു. അവർക്ക് നമ്മൾ വീട്ടിൽ ചെല്ലുന്ന ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ മോനെ ചെന്ന് വിളിച്ചപ്പോ അവിടെ കയറില്ലെന്നാ നേരത്തെ പറഞ്ഞേക്കുന്നത്. എന്തിനവിടെ കയറിയൊന്നും പറഞ്ഞുള്ള വഴക്ക്, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ലോ. അത് തീർന്നത് പോലീസിൽ കൊണ്ടുവന്നത് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും രമ്യതയാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് കയ്യിലിരുന്നവരാരണ്ടിട്ടതായത്. മർദ്ദനമേറ്റ തങ്കപ്പന്റെ പ്രതികരണമാണ് നമ്മൾ അതുപോലെയൊക്കെയുള്ള ന്യൂസുകൾ കാണുമ്പോഴാണ് നമുക്ക് ചുറ്റിനും എത്രത്തോളം മനുഷ്യ മൃഗങ്ങൾ നമുക്ക് ചുറ്റിനും ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ട് ആ അച്ഛനെ അവിടെ ഇട്ട് തല്ലി പൊട്ടിച്ചിട്ട് ആ അച്ഛൻ പറയുന്നത് കേട്ടോ, എനിക്ക് പരാതിയൊന്നുമില്ല, മകന്റെ വീട്ടിലേക്ക് കയറരുത് എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതെ ഞാൻ അവിടെ കയറിയത് കൊണ്ടാണ്. മകന്റെ വീട്ടിലേക്ക് അച്ഛന് കയറാൻ പറ്റത്തില്ലേ? ഈ അച്ഛന്റെ സ്വത്തുക്കൾ തന്നെയല്ലേ ഈ മകൻ കയറി കിടക്കുന്നതും ഞെളിഞ്ഞിരിക്കുന്നതും ഒക്കെ. അവിടെ അച്ഛനക്ക് യാതൊരു ഇതും ഇല്ലേ? സ്വത്ത് ഇല്ല എങ്കിൽ പോലും, അച്ഛൻ കൊടുത്തില്ല എങ്കിൽ പോലും അവനെയൊക്കെ ഉണ്ടാക്കിയ അച്ഛനല്ലേ ഇത്? അവനെയൊക്കെ ജന്മം കൊടുത്ത് താലോലിച്ച് പോറ്റി വളർത്തി ഇത്രമേ ആക്കി ഒരുത്തിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ അച്ഛനെ പുല്ല് വില പോലെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് മിക്കതും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആ അച്ഛന്റെ ആ ഒരു സംശയം, എനിക്കൊരു പരാതി ഇല്ല എന്നാണ് ആ അച്ഛൻ പറയുന്നത്. അതാണ് മാതാപിതാക്കളുടെ സ്നേഹം. 4 ദിവസം മുൻപ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ദൃശ്യങ്ങളിൽ കാണുന്ന മനുഷ്യ മനസാക്ഷിയെ ഉലയ്ക്കുന്ന ഈ സംഭവം ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ ഉള്ളത് പറക്കോട്, അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കോട് സംഗമ നഗറിലെ തളിയാട്ടു കോണത്ത് പുത്തൻ വീട്ടിൽ തങ്കപ്പൻ എന്ന 66-കാരന് മർദ്ദനം ഏൽക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മർദ്ദിച്ചതാകട്ടെ ഇളയ മകൻ സിജുവും അയാളുടെ ഭാര്യ സൗമ്യയും ചേർന്നാണ്. വീട്ടിലേക്ക് കടന്നു വരുന്ന വേളയിൽ 66-കാരനെ ആദ്യം അടിക്കുന്നത് ഇളയ മകൻ സിജുവാണ്. കയ്യിൽ കരുതിയ പൈപ്പ് കഷ്ണം കൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യം അടിക്കുന്നത്. ആ സമയത്ത് തന്നെ മരുമകൾ സൗമ്യ വലിയ കമ്പുമായി കയ്യിൽ കരുതി നിൽക്കുന്നതും കാണാം. തുടർന്ന് മകൻ അടിച്ച ശേഷം മരുമകൾ ഇദ്ദേഹത്തെ അടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്തു നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ പിന്നാലെ എത്തി സൗമ്യ കയ്യിൽ കരുതിയ നീളമേറിയ കമ്പുകൊണ്ട് ഇദ്ദേഹത്തെ അടിക്കുകയാണ്. ആദ്യ അടികൊണ്ട് തന്നെ അദ്ദേഹം നിലത്തേക്ക് വീഴുകയും തുടർന്ന് അദ്ദേഹത്തെ നിലത്തിട്ട് അടിക്കുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമീപവാസിയായ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് പരാതിയില്ല എന്ന്. ആ അച്ഛന് പരാതി ഇല്ല എങ്കിൽ പോലും പോലീസ് നേരിട്ട് കേസ് എടുത്തിട്ടുണ്ട്. അച്ഛന്മാർ അങ്ങനെ പറയത്തുള്ളൂ. മക്കൾ എത്രത്തോളം ഉപദ്രവിച്ചാലും അവർക്ക് യാതൊരു പരാതിയും കാണത്തില്ല. പക്ഷേ ഇതൊരു അയൽക്കാരൻ കണ്ടിട്ട് വീഡിയോസ് എടുത്തതാണ്. അയാൾ ഒരു തവണ കണ്ടതുകൊണ്ട് ആ വീഡിയോസ് എടുത്ത്. ഇതുപോലെ എത്രയോ തവണ ആ അച്ഛന് മർദ്ദനം ഏറ്റിട്ടുണ്ടാവും. ഇതുപോലെയുള്ള മനുഷ്യമൃഗങ്ങളെ ഇനിയും വെച്ച് പുലർത്തരുത്. അവരെ അവർക്ക് വേണ്ട ശിക്ഷ തന്നെ കൊടുത്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. ഇതിപ്പോ ഒരാളുടെ കാര്യം മാത്രമല്ല, പലരും പുറത്ത് പറയാൻ പോലും മടിക്കാതെ പലരും കാണും ഇതുപോലെ ക്രൂര പീഡനങ്ങൾ അനുഭവിക്കുന്നത്. ശരിക്കും ആർക്കെങ്കിലുമൊക്കെ ചെറിയ ശിക്ഷകൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു അറുതി വരുമെന്നാണ്. അറുതി തീർച്ചയായിട്ടും വന്നിരിക്കും.
പോലീസ് കേസ് വിട്ടിട്ടില്ല. സംയോജിതമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അഭിനന്ദനാർഹമാണ് ആ ഇടപെടൽ എന്ന് തന്നെ പറയാം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പരാതി പുറത്തുനിന്ന് ഉയർന്നു വരുന്നതിന് തന്നെ ഒന്നിന് മുൻപ് തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു. CCTV ദൃശ്യങ്ങൾ പ്രകാരം സംഭവസ്ഥലം കണ്ടെത്തുകയും സ്ഥലത്തെത്തി മർദ്ദനമേറ്റ തങ്കപ്പനിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞുവെക്കൽ, മർദ്ദനം, ഭീഷണിപ്പെടുത്തൽ, അസഭ്യം പറയൽ തുടങ്ങിയവയ്ക്കെതിരായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് മകൻ സുജുവിനെയും അതോടൊപ്പം തന്നെ മരുമകൾ സൗമ്യയും പ്രതി ചേർത്തത്. ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈകാതെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതേസമയം കുടുംബാംഗങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നം അവർ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തങ്കപ്പൻ പിന്നീട് പറഞ്ഞത്. തങ്കപ്പന്റെ മൂത്ത മകനുമായും ഞാൻ സംസാരിച്ചിരുന്നു. തങ്കപ്പനുമായി ഞാൻ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ കുടുംബാംഗങ്ങൾ അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ തങ്കപ്പന്റെ മൂത്ത മകൻ എന്നെ കോൺടാക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. തങ്കപ്പനെ നേരിൽ കാണണമെന്നുള്ള താല്പര്യം അറിയിച്ചെങ്കിൽ പോലും ഈ പ്രശ്നം തങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അതിനാൽ കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മക്കളും തങ്കപ്പനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തങ്കപ്പൻ തനിച്ച് മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇളയ മകനെ കാണുന്നതിനായി വീടിന്റെ പരിസരത്തേക്ക് എത്തിയ വേളയിൽ മകനും മരുമകളും ചേർന്ന് വീട്ടിലേക്ക് കടക്കുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മർദ്ദനത്തിന് തുടക്കമിടുന്ന ഇടയ മകൻ സുജു തന്നെയാണ്. അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന പൈപ്പ് കൊണ്ട് തങ്കപ്പനെ അടിക്കുകയും പിന്നാലെ മരുമകൾ സൗമ്യ ഇദ്ദേഹത്തിന് പിന്നാലെ എത്തി തല്ലുകയുമാണ് ഉണ്ടായത്. ആദ്യ അടി കൊണ്ട് തന്നെ അയാൾ താഴെ വീഴുകയാണ് ഉണ്ടായത്. തുടർന്ന് സൗമ്യ വീണ്ടും കമ്പുകൊണ്ട് ഇദ്ദേഹത്തെ അടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് എത്തുമ്പോൾ തങ്കപ്പൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെ നിയമ നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ നാളെയും ഇതുപോലെ തന്നെ ആവർത്തിക്കും. പല മാതാപിതാക്കളും ഒക്കെ ഉള്ളിലൊതുക്കിയിട്ട് അവര് ചിന്തിക്കും, എന്റെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മക്കളുടെ ഭാവി, അല്ലെങ്കിൽ കുടുംബത്തിന്റെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ മറ്റത് മറിച്ചത് ഒക്കെ ചിന്തിച്ചിട്ട് പലരും ഇങ്ങനെ ഉള്ളിലൊതുക്കി കഴിയുന്ന പല മാതാപിതാക്കളും പലയിടത്തും കാണും. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് പുറം ലോകം അറിഞ്ഞിട്ട് അവർക്കൊക്കെ ചെറിയ ചെറിയ ശിക്ഷകൾ കിട്ടുന്നത് അറിഞ്ഞിട്ടെങ്കിലും അവർക്കൊക്കെ ഒരു സ്വസ്ഥത കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഇതൊന്നും വെറുതെ വിടല്ലേ. ഇത്തരം മനുഷ്യമൃഗങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. 4 ദിവസം മുൻപ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ദൃശ്യങ്ങളിൽ കാണുന്ന മനുഷ്യ മനസാക്ഷിയെ ഉലയ്ക്കുന്ന ഈ സംഭവം ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ ഉള്ളത് പറക്കോട്, അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കോട് സംഗമ നഗറിലെ തളിയാട്ടു കോണത്ത് പുത്തൻ വീട്ടിൽ തങ്കപ്പൻ എന്ന 66-കാരന് മർദ്ദനം ഏൽക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മർദ്ദിച്ചതാകട്ടെ ഇളയ മകൻ സിജുവും അയാളുടെ ഭാര്യ സൗമ്യയും ചേർന്നാണ്. വീട്ടിലേക്ക് കടന്നു വരുന്ന വേളയിൽ 66-കാരനെ ആദ്യം അടിക്കുന്നത് ഇളയ മകൻ സിജുവാണ്. കയ്യിൽ കരുതിയ പൈപ്പ് കഷ്ണം കൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യം അടിക്കുന്നത്. ആ സമയത്ത് തന്നെ മരുമകൾ സൗമ്യ വലിയ കമ്പുമായി കയ്യിൽ കരുതി നിൽക്കുന്നതും കാണാം. തുടർന്ന് മകൻ അടിച്ച ശേഷം മരുമകൾ ഇദ്ദേഹത്തെ അടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്തു നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ പിന്നാലെ എത്തി സൗമ്യ കയ്യിൽ കരുതിയ നീളമേറിയ കമ്പുകൊണ്ട് ഇദ്ദേഹത്തെ അടിക്കുകയാണ്. ആദ്യ അടികൊണ്ട് തന്നെ അദ്ദേഹം നിലത്തേക്ക് വീഴുകയും തുടർന്ന് അദ്ദേഹത്തെ നിലത്തിട്ട് അടിക്കുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമീപവാസിയായ ഒരാളാണ് ഈ ദൃശ്യം